മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട സൈനിങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ 10K എന്ന് പറഞ്ഞ ഒരു മൈൽ സ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഈ ചാനൽ കാണുന്നുണ്ടെന്ന് അറിയാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്ക് മാത്യു സ്റ്റെല്ലൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2 ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളിക്ക് സ്പേഴ്സിലേക്ക് വരാൻ താല്പര്യമില്ല, പുള്ളി സ്പേഴ്സിനെ റിജക്ട് ചെയ്തു എന്നുള്ള വാർത്തയൊക്കെ പല ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാത്യു സ്റ്റെല്ല് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സ്പേഴ്സ് സ്റ്റെല്ലിനെ ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ജൂൺ വരെ ഒരു ലോൺ ഡീലിലൂടെയാണ് പുള്ളിയെ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ ഒരു പെർമനന്റ് ബൈ ക്ലോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലെവി പോയി അവിടെ കൂടോത്രം ചെയ്തു എന്നാണ് ഈ ഒരു ന്യൂസിലൂടെ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഒരു സ്കൈവാക്ക് പാസ് ഒക്കെ പുള്ളിക്കും ഫാമിലിക്കൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ടെൽ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. 60 മില്യൺ കൊടുത്താൽ ഈ സമ്മറിൽ ടെല്ലിനെ പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പുള്ളി ഇവിടെ പെർഫോം ചെയ്യുമോ ഇല്ലോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ടെല്ലിന് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് സ്പേഴ്സ് ഒരു ഡിഫൻഡറെ കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. RC ലെൻസ് നിന്ന് കെവിൻ ഡാൻസോയാണ് ഡിഫൻസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ബാഡ് ന്യൂസ് ആ ഒരു ഡിഫൻസ് ക്യാമ്പ് നമ്മൾ കേട്ടു. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഡ്രാഗോസിന് ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് പുള്ളി ACL ഇഞ്ചുറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സീസൺ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി അടുത്ത സീസൺ നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഡിഫൻസിൽ ഒരു ബാക്കപ്പ് വേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു ഡിഫൻഡർ പെർമനന്റ് ആയിട്ട് പുറത്തു പോയി. റൊമേറോ ഇല്ല, വാൻഡവൻ കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നത്. അപ്പോൾ കെവിൻ ഡാൻസോക്ക് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. 30 മില്യന്റെ ഒരു ഡീലൂടെയാണ് പുള്ളിയെ വാങ്ങിച്ചിട്ടുള്ളത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ആസ്റ്റൺ വില്ലയുടെ സൈഡിൽ നിന്നാണ്. വില്ല ഒരുപാട് പ്ലേയേഴ്സിനെ ലോണിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പേരാണ് മാർക്കസ് റാഷ്ഫോർഡ്. റാഷ്ഫോർഡിന്റെ ലോങ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരിയർ അവസാനിച്ചിട്ടുണ്ട്. പുള്ളി ലോണിലൂടെ ഇപ്പോൾ ആസ്റ്റൺ വില്ലയിൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. പുള്ളിയുടെ സാലറി നോക്കിക്കഴിഞ്ഞാൽ 315K പെർ വീക്കാണ് പുള്ളിയുടെ സാലറി. അതിൻ്റെ 60% ആസ്റ്റൺ വില്ല കവർ ചെയ്യും. റിമൈനിങ് 40% യുണൈറ്റഡ് തന്നെ കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണ്. എന്തായാലും ആ ഒരു വിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഫോർവേഡായിട്ട് കിടിലം പെർഫോമൻസ് കൊണ്ടുവരാൻ റാഷ്ഫോർഡിന് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വില്ല ചെൽസിയിൽ നിന്ന് ഡിസാസിയെ ഡിഫൻസിലേക്ക് സൈൻ ചെയ്തിട്ടുണ്ട്. 5 മില്യന്റെ ഒരു ഡീലിലൂടെയാണ് ഈ ലോൺ ഡീൽ സൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡിസാസിയും സ്പേഴ്സുമായിട്ട് ഡിസ്കഷൻ നടത്തുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. പക്ഷേ പുള്ളി പേഴ്സണൽ ടേംസ് ഒക്കെ ആസ്റ്റൺ വില്ലയുമായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വില്ല ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം വില്ലയിലേക്ക് തന്നെ പോകാൻ ഡിസാസി തീരുമാനിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, PSG നിന്ന് അസെൻസിയോയെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതും മറ്റൊരു ലോൺ ഡീലൂടെയാണ് വന്നിട്ടുള്ളത്. മിഡ്ഫീൽഡ് അല്ലെങ്കിൽ വിങ്ങിൽ കളിക്കാൻ പറ്റിയ പ്ലെയറാണ്. ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്. എന്തായാലും വില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ 3 പ്ലെയേഴ്സും ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. EPL ശക്തമായിട്ടുള്ള മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഒരു ടോപ്പ് 4 ഫിനിഷ് ചെയ്യാൻ പറ്റിയാൽ വില്ലയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. ചാമ്പ്യൻസ് ലീഗിൽ നോക്കൗട്ട് മത്സരങ്ങൾ തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയമാകുമ്പോഴത്തേക്കും മാക്സിമം പ്ലേയേഴ്സിനെ എത്തിക്കാൻ ഒരു ശ്രമമാണ് വില്ലയുടെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൈഡിൽ നിന്നാണ്. അവർ ലാസ്റ്റ് മിഡ്ഫീൽഡിലേക്ക് നിക്കോ ഗോൺസാൽവസിനെ സൈൻ ചെയ്തിട്ടുണ്ട്. 60 മില്യന്റെ ഒരു ഡീലാണ് പോർട്ടുകളുമായിട്ട് അവർ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പേയ്മെന്റ് സ്ട്രക്ചറൊക്കെ ഡിഫറെന്റ് ആണ്. എന്നിരുന്നാലും മിഡ്ഫീൽഡ് ശക്തമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പെപ്പ് ഈ പ്ലെയറെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, കോച്ചിച്ച് ആയാലും ബെർണാർഡോ സിൽവ ആയാലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസ് പലപ്പോഴും കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 4 പ്ലേയേഴ്സിനെയാണ് സിറ്റി സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുസിനോവിനെ ഡിഫൻസിലേക്ക് സൈൻ ചെയ്തിട്ടുണ്ട്.
മാർമോഷ് ഒഫൻസിലേക്ക് വന്നു. മിഡ്ഫീൽഡിലായാലും വിക്ടർ റീസ് ആയാലും അതുകൂടാതെ നിക്കോ ഗോൺസാലോസ് ആയാലും നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ കൊടുക്കും എന്നും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ലിവർപൂളിന്റെ സൈഡിൽ നിന്നും ചെൽസിയുടെ സൈഡിൽ നിന്നും ആർസനലിന്റെ സൈഡിൽ നിന്നും വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൈനിങ് കൂടെ വന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ലിവർപൂള് ടൈറ്റിൽ കണ്ടന്ററാണ്, ചാമ്പ്യൻസ് ലീഗിൽ 1ാം സ്ഥാനത്താണുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പൊസിഷനിലും 2 പ്ലേയേഴ്സ് വീതം ഉണ്ട്. പക്ഷേ നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് വളരെ വളരെ ടഫായിട്ടുള്ള ഫിക്സ്റ്റേഴ്സ് ആണ്. സ്ലോട്ടിനത് മാനേജ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഔട്ട് ഗോയിങ് പ്ലേയേഴ്സ് ചെൽസി സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. നമുക്കറിയാം ജാവോ ഫെലിക്സ് AC മിലാനിലേക്ക് പോയി, ഡിസാസി ഇപ്പോൾ ആസ്റ്റൺ വില്ലയിലേക്ക് സൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല പ്ലേയേഴ്സും ലോണിലൂടെ പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷനാണ് ചെൽസിയിൽ നമ്മൾ കാണുന്നത്. ഒരു വലിയ സൈനിങ്സ് ഒന്നും അവർ ഇൻകമിങ് ആയിട്ട് നടത്തിയിട്ടുമില്ല. അതേപോലെ തന്നെ ആർസനലിന്റെ സൈഡിൽ നിന്ന് ഒലി വാട്കിൻസ് വരുന്നു എന്നുള്ള ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വാട്കിൻസിന് ആസ്റ്റൺ വില്ലയിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം എന്നുള്ള ഒരു റെസ്പോൺസ് റൂമറായിട്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വിൻഡോയിൽ ആർസനൽ ആരെയും സൈൻ ചെയ്യുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ടതാണ്, ആർസനൽ കുഴപ്പമില്ലാത്ത ഫോമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.